നമ്മുടെ മുമ്പിൽ സമയം കുറച്ചേ ഉള്ളൂ. എബ്രായ ലേഖനം 12-ാം അധ്യായം 24-ാമത്തെ വാക്യം. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഞാൻ ആ മുഖം മാത്രം പറയാം. കഴിഞ്ഞ ആഴ്ച ആർക്കെങ്കിലും മിസ്സായെങ്കിൽ അവർക്കൊന്ന് കിട്ടാൻ വേണ്ടി പറയാം. എബ്രായ ലേഖനം 12-ാമത്തെ അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യമാണ്. പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ യേശുവിനും ഹാബേലിന്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഈ 12-ാം അധ്യായം ദൈവദാസൻ പൗലോസ് 24-ാം വാക്യം നമ്മോട് വിളിച്ചു പറയുമ്പോൾ 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ ഒരു വലിയ പട്ടികയാണ്. ഏകദേശം 33-ലധികം വിശ്വാസ വീരന്മാരുടെ പട്ടിക അവിടെ എടുത്തു പറയുന്നു. അബ്രഹാം തുടങ്ങി പുതിയ നിയമത്തിലെ ആമൻ വിശ്വാസത്തിന് വേണ്ടി പോരാടിയ ശക്തന്മാരുടെ അനുഭവങ്ങൾ അപ്പോസ്തലനായ പൗലോസ് കോർത്തിണക്കിയിട്ട് പറയുന്നു. നിങ്ങൾ ഓടുമ്പോൾ, നിങ്ങൾ ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ ഓട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന 33-ലധികം വിശുദ്ധന്മാർ 11-ാം അധ്യായത്തിൽ ഗാലറിയിൽ ഇരിപ്പുണ്ട്. സാധാരണക്കാരല്ല ആ ഗാലറിയിൽ ഇരുന്ന് കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി പോരാടിയ, വിശ്വാസത്തിന് വേണ്ടി നിന്ന ഒരു പറ്റം ആളുകൾ ഇതാ ഗാലറിയിൽ ഇരിക്കുന്നു. നിങ്ങൾ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്കാരുടെയും മുന്നിൽ ഓടിക്കേറാനില്ല, ആരെയും ഓടി തോൽപ്പിക്കാനില്ല. ഈ ഓട്ടം വ്യക്തിപരമായ ഓട്ടമാണ്. ആമേൻ. എന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവദാസനെ എനിക്ക് ഓടി തോൽപ്പിക്കാൻ കഴിയത്തില്ല. കാരണം അങ്ങനെ ഓടി തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു പോർക്കളത്തിലല്ല നമ്മളായിരിക്കുന്നത്. ആമേൻ. ഞാൻ ഇങ്ങനെ പറഞ്ഞു രാവിലെ, ഇതൊരു മാച്ച് അല്ല. ആമേൻ. ഇതെന്തല്ല, ഇതൊരു മാച്ച് അല്ല. അവനെ ആരൊക്കെയോ ഓടി തോൽപ്പിക്കാൻ വേണ്ടിയുള്ളൊരു മാച്ച് അല്ല ഇത്. പകരം ദൈവം നിങ്ങളെ വിളിച്ചപ്പോൾ, ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തപ്പോൾ, പുത്രത്വം തന്ന് നിങ്ങളെ വീണ്ടെടുത്തപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം വെച്ചിട്ടുള്ള ഒരു ട്രാക്ക് ഉണ്ട്. അത് 30 ആണോ 60 ആണോ 100 ആണോ 500 മീറ്റർ ആണോ എനിക്കറിയത്തില്ല. നിങ്ങളുടെ വിളി എന്തെന്ന് നിങ്ങൾക്ക് വ്യക്തിപരമായി അറിയാം. എന്നെ എവിടെയാ ദൈവം വിളിച്ചിരിക്കുന്നതെന്നോ എന്തിനു വേണ്ടിയാ വിളിച്ചിരിക്കുന്നതെന്നോ അറിയാവുന്ന ഒരു പറ്റം ദൈവമക്കളോടാണ് ഇന്നത്തെ പ്രഭാതത്തെ ദൈവജനം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് ഒരൊറ്റ ദൂത് പറയാ, നിങ്ങളെ വിളിച്ച വിളിക്കനുസരിച്ച്, അല്ലെ പൗലോസിന്റെ ഭാഷ പറഞ്ഞാൽ വിളിക്ക് യോഗ്യമാവണ്ണം ഓടുവാനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഓടാൻ. ഇവിടത്തെ ഈ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ജോയല്, ജീസോ, അതുപോലെ മെൽബിന്റെ അനുജൻ, ഈ കുഞ്ഞുങ്ങളെ ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ടി ഒരു ഗ്രൗണ്ടിലേക്ക് നിങ്ങളെ ക്ഷണിച്ചെന്നിരിക്കട്ടെ. നിങ്ങളോട് പറഞ്ഞു, മക്കളെ, ഇന്ന് നിങ്ങൾ ഒരു ഫുട്ബോൾ കളിക്ക് വേണ്ടി ആ ഗാമൻ ഒരു ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം. നിങ്ങൾ വലിയ പ്രതീക്ഷയോടെ ആ ഗ്രൗണ്ടിലോട്ട് എന്നിറങ്ങി കളിക്കാനായിട്ട് കാലി പന്ത് കിട്ടിയിട്ട് വന്ന് ചുറ്റും കണ്ണോടിച്ച് നോക്കിയപ്പോ ആ പന്ത് കളി കാണാനായിട്ട് മെസ്സിയും റൊണാൾഡോ ആണ് ഇരിക്കുന്നതെങ്കിലോ മനസ്സിലായി കാണുമല്ലേ? നിങ്ങളിങ്ങനെ കളിക്കാൻ വേണ്ടി കാലി പന്ത് കിട്ടി ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വരുമ്പോൾ അറിയാതെ ഗാലറിയിലേക്ക് നോക്കിയപ്പോൾ ആരിയിരിക്കുന്നു? മെസ്സി ഇരിക്കുന്നു. അപ്പോ ജീസി എന്നിട്ട് ജോയലോട് പറയാ, എടാ ഉഴപ്പി കളിക്കല്ലേ കേട്ടോ, മേഷം കെട്ട് കാണിക്കല്ലേ, മര്യാദക്ക് കളിക്കണം കേട്ടോ. കാരണം നമ്മുടെ കളി കാണാൻ വന്നിരിക്കുന്ന ആരാ? പറ. മെസ്സിയായിരിക്കുന്നേ. തൊട്ടടുത്ത് ആരായിരിക്കുന്നേ? റൊണാൾഡോ ഇരിക്കുന്നു. അപ്പൊ മെസ്സി റൊണാൾഡോ ഇരുന്ന് കളി കാണുമ്പോ കാലെ പന്ത് കിട്ടിയിട്ട് റബ്ബർ പന്ത് പോലെ അല്ലെങ്കിൽ ഓലപ്പന്ത് പോലെ തട്ടുന്നവൻ നോക്കി കളിക്കുന്നവൻ ചെവിക്ക് പിടിച്ചിട്ട് പറയില്ലേ, എടാ മര്യാദക്ക് കളിയടാ. ലോക റെക്കോർഡ് വാങ്ങിച്ചവരാ കളി കാണാനിരിക്കുന്നത്. നമ്മുടെ ഓട്ടം കാണാനിരിക്കുന്നത് തേരാപ്പര നടന്നവരല്ല. അബ്രഹാം തുടങ്ങി പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ, ഓടി തികച്ചവർ, ഓടി ജയം പ്രാപിച്ചവർ, ഓടി വിജയം കൈവരിച്ച ഒരു വട്ടം ഭക്തന്മാർ ഗാലറിയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ആമേൻ. അതാണ് ഒന്നാമത്തെ പാർട്ട്. ഒരു സർവേയാണ് കേട്ടോ. രണ്ടാമത്തെ പാർട്ട്, നിങ്ങൾ ഓടുമ്പോൾ ഈ ഗാലറിയിൽ ഇരിക്കുന്ന ഒരുത്തനെ നോക്കി ഓടരുത്. അവരെയാരെയും നോക്കി ഓടാൻ പ്രമാണമില്ല. പകരം പൗലോസ് പറയുന്നു, വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി വേണം ഓടാൻ. ഇന്ന് പ്രഭാതത്തിൽ എത്ര പേര് ഈ ആലയത്തിനകത്തുണ്ട് യേശുവിന്റെ മുഖത്ത് നോക്കി ഓടാൻ? യേശുവിന്റെ മുഖത്ത് കണ്ണുകളിൽ ഓടിച്ച്
തിരിച്ചു ഓടുവാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയോ. നമ്മുടെ ഓട്ടമാരുടെ മേലാണ്. നമ്മുടെ നോട്ടം എങ്ങനെയാണ്? വിശ്വാസത്തിന്റെ നായകൻ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഓടല്ലേ, ഉപദേശിയെ നോക്കി ഓടല്ലേ, പ്രത്യേകിച്ച് എന്നെ നോക്കി ഓടല്ലേ. ഞാൻ ബലഹീനതയുള്ളവനാ, കുറവുള്ളവനാ, അല്പം ചൂടുള്ളവനാ, അല്പം എടുത്തുചാട്ടക്കാരനാ, അല്പം ബലഹീനത ഉള്ളവനാ. എന്നെ നോക്കി ഓടിയാൽ പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്, കാലിടരാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരുവനെ കാണിച്ചു തരാ. അവനെ നോക്കി ഓടുക. അവന്റെ കാലിടറി, അവന്റെ പാദം ചരിഞ്ഞിട്ടില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല, അവൻ പാപത്തിൽ ജനിച്ചവനല്ല. ഇതാ വരുന്നു ലോകത്തിന്റെ പ്രഭു, നിന്റെതൊന്നും എന്റെ പക്കൽ ഇല്ലെന്ന് പറഞ്ഞ് പാപത്തിന്റെ ഉറവിടമായ പിശാചിനെ നോക്കി വെല്ലുവിളിച്ച ക്രിസ്തുവിനെ നോക്കിയിട്ട് ഓടുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. രണ്ട് വാക്യങ്ങൾ ആ വായിച്ച വാക്യത്തിനകത്തുണ്ട്. ഒന്ന്, ആമേൻ, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഒന്ന്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. രണ്ട്, പുണ്യക രക്തം. ആ പുണ്യക രക്തത്തിന് മലയാള ബൈബിളിൽ ഇങ്ങനെയാണെങ്കിലും മറ്റൊരു ഭാഷാന്തരത്തിനകത്ത് സ്പ്രിങ്കിൾ ബ്ലഡ് എന്നാ കൊടുത്തിരിക്കുന്നത്. സ്പ്രിങ്കിൾ ബ്ലഡ് എന്ന് വെച്ചാൽ ആ വാക്യത്തിനകത്ത് പുണ്യക രക്തം എന്നുള്ളിടത്ത് മറ്റൊരു ഭാഷാന്തരത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ രക്തം തളിക്കുന്ന രക്തമാണ്. ഇത് സ്പ്രിങ്കിൾ ചെയ്യുന്ന രക്തമാണ്. ഇത് തളിക്കപ്പെടുന്ന രക്തമാണ്. ദൈവമക്കളെ തിരിച്ചറിയുക. ഈ പകൽ നിങ്ങളുടെ കൂടാരത്തിന്റെ മേൽ ഈ രക്തം തളിക്കാൻ പോകുകയാണ്. നിന്റെ തലമുറയുടെ മേൽ ഈ രക്തം തളിക്കാൻ പോകുകയാണ്. നിന്റെ ഭവനത്തിന്റെ മേൽ, നിന്റെ ജോലിയുടെ മേൽ, നിന്റെ തലമുറകളുടെ മേൽ യേശുവിന്റെ രക്തം ഇന്ന് പകൽ തളിക്കും. കാരണം ഇത് സംസാരിക്കുന്ന രക്തമാണ്, ഇത് തളിക്കുന്ന രക്തമാണ്. ആമേൻ. റെഡിയായിരുന്നോ? ഇന്ന് ചിലത് പൊട്ടും. സ്തോത്രം. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച മെസ്സേജ് ഞാൻ രാവിലെ പറഞ്ഞു. ഇവിടെ പ്രസംഗിച്ചതിന് ശേഷം ലൈവിലൂടെ, ഓൺലൈനിലൂടെ ഈ മീറ്റിംഗ് കൂടിക്കൊണ്ടിരുന്ന ചിലര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ, ഞങ്ങൾ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് ചില ദുരാത്മാക്കൾ വിട്ടുപോയി, ചില രോഗികൾ സൗഖ്യമായി. ഈ പകൽ വിശ്വസിച്ച് ദൈവസഭയാമെമ്പത് ഈ രക്തത്തിന് ശക്തിയുണ്ട്. ഇത് സംസാരിക്കുന്ന രക്തമാണ്, ഇത് ജീവനുള്ള രക്തമാണ്, ഇത് തളിക്കുന്ന രക്തമോ. ആമേൻ. ചുരുക്കി പറയാം, പഴയ നിയമത്തിൽ സംരക്ഷണം കൊടുത്തത് ഈ രക്തമാണ് കേട്ടോ. ഒന്നിട്ട് മോനെ വേഗം വിട്ടേ, ഞാൻ വായിച്ചു വിട്ടേക്ക്, പടപടാന്നിട്ടേക്കണം കേട്ടോ. എബ്രായലേഖനം 9:19 മുതൽ 21 വരെയുള്ള വാക്യം. എബ്രായലേഖനം 9-ാം അധ്യായം. മോശ ന്യായപ്രമാണ ഞാൻ വായിച്ചോളാം മോനെ. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോട് പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമം ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്റെ മേലും ജനത്തിന്റെ മേലും തളിച്ചു. അമേ, ശ്രദ്ധിക്കണേ. പഴയ നിയമത്തിൽ ആടിനെ കറുത്തരിച്ച്, ആടിനെ തോല് പുരിച്ച്, അത് കണ്ണമായി നുറുക്കി, അതിന്റെ ചോരയെടുത്തൊരു പാത്രത്തിൽ വെച്ച് ഈസോപ്പ് തണ്ട് മുക്കി കട്ടപ്പടി മേലും കുരമ്പടി മേലും പുരട്ടിയതുപോലെ പ്രസംഗാനന്തരം പുസ്തകത്തിന്മേൽ തളിക്കും, ഉപകരണങ്ങളുടെ മേൽ തളിക്കും. പകരം ബാക്കി വന്ന ചോര ജനത്തിന്റെ മേൽ തളിക്കും. സ്വതന്ത്രം. ഇന്ന് അക്ഷരാർത്ഥത്തിൽ ചില കുടുംബത്തിനകത്തിൽ വിടുതൽ സംഭവിക്കും. അത് വെറുതെ പറയല്ല, അക്ഷരാർത്ഥത്തിൽ ചില കൂടാരത്തിന്റെ അകത്ത് ഒരു ദൈവിക വിടുതൽ എന്റെ ദൈവം കൽപ്പിച്ചിരിക്കും. എന്താ ഈ സോപ്പ് തണ്ട്? ദൈവമക്കളെ, അറിയാത്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പറയാ, ഈ സോപ്പ് തണ്ടെന്ന് പറയുന്ന ബ്രഷ് ഒന്നും അല്ല മക്കളെ. പകരം ചീരയില്ലേ, ചീര കറി വെക്കാൻ ഉപയോഗിക്കുന്ന ചീരത്തണ്ടില്ലേ, ഇതുപോലെ ചീരത്തണ്ട് പോലുള്ള ഒരു ചെടി. ഈ ചെടി എടുത്തിട്ട് ഇത് കൂട്ടിപ്പിടിച്ച് കെട്ടിയിട്ട് അതിന്റെ ഇലയുള്ള തണ്ട് ഭാഗം മുറിച്ച് കളഞ്ഞ് ഒരു ബ്രഷ് പരുവത്തി കെട്ടുചൂല്, ഈ ചൂല് കെട്ടുപോലെ അങ്ങ് കെട്ടിയെടുക്കും. എന്നിട്ട് അത്
ചോര എടുത്തിരിക്കുന്ന പാത്രത്തിൽ മുക്കും. എന്നിട്ട് ആമൻ കട്ടപ്പടിമേലും കുറുമ്പടിമേലും ഇങ്ങനെ അങ്ങ് പുരട്ടും. നല്ല ഡ്രോയിങ് അറിയാവുന്നവനല്ല വരക്കുന്നത്. ഈ രക്തം എങ്ങനെ വരച്ചാലും വിടുതല. നമ്മൾ ഒന്ന് പറയാ, കൃത്യമായി ലൈനിട്ട് വരക്കേണ്ട ആവശ്യമില്ല. വിശ്വാസത്തിൽ എങ്ങനെ വരച്ചാലും അത് വിടുതലാണ്. വിശ്വസിക്കുന്ന ദൈവമൈതലേ, ഈ പകൽ യേശുവിന്റെ രക്തം നീ വിശ്വസിച്ച് ആമേൻ പറയുമ്പോൾ ഓ ജീസസ് ആമേൻ. അപ്പൊ ഈ രക്തം തളിച്ചപ്പോൾ വിടുതല അല്ലേ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, 1 പത്രോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം 1-2 വാക്യം ഒന്ന് വായിച്ച മോനെ. വേഗം വിട്ടോ. യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ് പോന്തോസിലും ഗലാത്യയിലും കപ്പദോക്യയിലും ആസ്യയിലും മിഥുന്യയിലും ചിതറിപ്പാർക്കുന്ന പരദേശികളും പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തണം ആത്മാവിന്റെ വിശുദ്ധീകരണത്തിലും പ്രാപിച്ച അനുസരണം കാണിപ്പാനും യേശുക്രിസ്തുവിന്റെ രക്തത്താൽ. ആ പഴയ നിയമത്തിലെ വേട് പത്രോസ് ആവർത്തിച്ച് പറയുന്നു. പഴയ നിയമത്തെ പുസ്തകത്തിന്റെ മേലും ജനത്തിന്റെ മേലും തളിക്കപ്പെട്ട പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ച, അല്ലെങ്കിൽ ആമേൻ, പുറപ്പാട് പുസ്തകത്തിന്റെ ആവർത്തനമാണ് എബ്രായർ 9-ാം അധ്യായം. അവിടെ തളിച്ചു എന്ന് പറയുന്ന ആടിന്റെ രക്തമാണെങ്കിൽ പത്രോസിലിക പറയുന്നു, നിങ്ങളുടെ മേൽ തളിച്ചിരിക്കുന്നത് ആട്ടുകൊറ്റന്റെ രക്തമല്ല, പകരം നോക്കേ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനും. എത്ര പേർ ഇന്ന് പകൽ വിശ്വസിച്ചെന്ന് പറയോ, എന്റെ മേൽ തളിക്കത് യേശുവിന്റെ രക്തമാണ്. The blood of Jesus, the blood of Jesus. പൊട്ടേണ്ടത് പൊട്ടട്ടെ, കരിയേണ്ടത് കരിയട്ടെ. എത്ര പേർ ഇന്ന് പകൽ ആത്മാവിൽ ആരാധിച്ചു പറയോ, എന്റെ മേൽ ചൊരിയപ്പെട്ടത്, എന്റെ മേൽ തളിക്കപ്പെട്ടത് പശുവിന്റെ രക്തമല്ല, ആടിന്റെ രക്തമല്ല, ആട്ടുകൊറ്റന്റെ രക്തമല്ല, എന്റെ മേൽ തളിച്ചത് യേശുക്രിസ്തുവിന്റെ രക്തമാണ്. ഓ, എനിക്ക് ആ വാക്ക് ഇഷ്ടപ്പെട്ടു. കഴിഞ്ഞ ആഴ്ച ഞാന് ഈ തളിച്ചു എന്ന വാക്ക് പറഞ്ഞെങ്കിലും അതിനനുസാരമായി പുതിയ നിയമത്തിലൊരു വാക്യം നിങ്ങൾക്ക് കാണിക്കാൻ എൻ്റെ ഉള്ളിൽ വന്നില്ല. വീട്ടിൽ ചെന്ന് ഈ വാക്യം പ്രസംഗിച്ചിട്ട് വീട്ടിലോട്ട് ചെന്നപ്പോഴാണ് പത്രോസിന്റെ ലേഖനത്തിൽ ഈ വാക്യം കത്തിയത്. അപ്പൊ തന്നെ ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും പഴയ നിയമത്തിലല്ല തളിച്ചേ, പുതിയ നിയമത്തിലും ഇത് എന്ത് ചെയ്തു? തളിച്ചു. അങ്ങനെയാണെങ്കിലേ ഇന്ന് പകൽ വിശ്വാസത്താൽ ഈ ആലയത്തിനകത്തിരിക്കുന്ന എല്ലാവരുടെ മേലും അവന്റെ രക്തം തളിക്കുക. യേശുവിന്റെ രക്തം നിങ്ങളുടെ തലമുറകൾ തളിക്കുക. നിങ്ങളുടെ കുടുംബത്തെ സൗഖ്യം വ്യാപരിക്കാൻ പോകുക, വിടുതൽ വ്യാപരിക്കാൻ പോകുക. ആത്മാവിനെ പ്രവചിച്ചു പറയുന്നു, ചില കെട്ടുകൾ അടിയുന്നു, ചില ബന്ധനങ്ങൾ അടിയുന്നു. യേശുവിന്റെ രക്തം നിന്റെ കൂടാരത്തിന്റെ മേൽ നിന്റെ
ദൈവമക്കളെ, 2002 വർഷങ്ങൾക്ക് മുമ്പ് ആ തളിക്കപ്പെട്ട രക്തം ഇതാ ഇപ്പോൾ ഇവിടെ തളിക്കുക. വിശ്വാസത്താൽ ഏറ്റെട്. ഇരിക്കുന്ന ഇടം മറന്ന് തലയിലോട്ട് കൈവച്ചവർ ആ രക്തം തളിക്കുക. എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ തളിക്കുക. ആരാ പറഞ്ഞത് നിന്റെ പിശാച് നിന്റെ തലമുറയെ അടിച്ചോണ്ട് പോകുമെന്ന്? ആരാ പറഞ്ഞത് നിന്റെ തലമുറക്കെതിരെ പിശാച് വാത് കെട്ടുമെന്ന്? ഇന്ന് രാത്രി പകൽ വിശ്വസിച്ചവർ ആ രക്തം ഞാൻ തളിക്കുക. ആ കൂടാരത്തിൽ തളിക്കുക. ആ രക്തം ഞാൻ കുടുംബത്തിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഈ പകൽ തളിക്കുക. ആമേൻ. എന്നിട്ട് പൗലോസ് പറഞ്ഞു, നിങ്ങൾ വന്നിരിക്കുന്നത് സ്ഥൂലമായതും തീ കത്തുന്നതും പർവ്വതത്തിനും വാക്കുകളുടെ ശബ്ദം, മേഘതമസ്, കൂരിരുട്ട്, കൊടുങ്കാറ്റ്, കാഹളനാദം എന്നിവയുടെയും അടുക്കൽ അല്ലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. പഴയ നിയമത്തിൽ മോശയും കൂട്ടരും പോയി നമ്മുടെ ഭാഷ ഇടിവെട്ടും പോകുകയും കണ്ടടത്തല്ല വന്നിരിക്കുന്നത്. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്കിത് കേൾക്കാൻ ഒക്കത്തില്ല, ദൈവശബ്ദം ഞങ്ങൾക്ക് ലൈവായിട്ട് കേൾക്കണ്ട, മോശെ അങ്ങ് കേട്ടിട്ട് ഞങ്ങളോട് പറഞ്ഞാ മതി. ജനം ചെവി പൊത്തി, മോശ മാത്രം ദൈവശബ്ദം കേട്ടു. ഇപ്പോൾ കർത്താവ് പറയുക, പൗലോസിലൂടെ പറയുക, നിങ്ങൾ വന്നിരിക്കുന്നത് ആ പർവ്വതത്തിന്റെ അടുത്തല്ല, പിന്നെയോ നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെട്ട രക്തത്തിന് അടുക്കൽ. ഞാന് ഈ പറയുന്നതിനെ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ പറയുന്ന പ്രസംഗ ശൈലിയിൽ നിന്നാ പറയുന്നേ. ഞാൻ ഇന്ന് ചവിട്ടി നിൽക്കുന്നത് ആ രക്തത്തിൽ ചവിട്ടിയാ നിൽക്കുന്നത്. നിങ്ങൾ ഇരിക്കുന്നത് ആ രക്തത്തിന്റെ കവറിങ്ങിലാണ് ഇരിക്കുന്നത്. യെസ് യെസ്, ആത്മാവിൽ ഞാൻ പറയുക, എന്റെ തല മുതൽ പാദം വരെ ആ രക്തം പാസ് ചെയ്യുന്നു. ആ രക്തം തളിക്കുക. സ്തോത്രം, സ്തോത്രം. ഇനി നമുക്ക് വേഗത്തിൽ പോവാം അല്ലേ? ഇത്രയും ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ച തൊട്ടിരുന്നു. ഇനി ഞാൻ രക്തത്താൽ തളിക്കപ്പെട്ടപ്പോൾ എനിക്ക് ലഭ്യമായ അനുഗ്രഹം എന്താണ്? വായിക്കാം. 1 യോഹന്നാൻ 1:7 എഴുതിയായിരുന്നോ? അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ എന്ത് ചെയ്തു? ശുദ്ധീകരിക്കുന്നു. എന്ന് വെച്ചാലേ, യാഗം കൊണ്ട് കഴിയാത്തത്, കോലാട്ടുകൊറ്റനി അറുത്തട്ട് കഴിയാത്തത്, പശുക്കിടാവിന്റെ വംശം കൊണ്ട് കഴിയാത്തത്, ഇതിനൊന്നിനും കഴിയാത്തടത്ത് യേശുവിന്റെ രക്തം എനിക്ക് എന്ത് തന്നു? സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. രക്തം തളിക്ക് മാത്രമല്ല, പിന്നെയോ ഞാൻ ഇങ്ങനെ പറയാം, റോമൻ സംഭാഷേ, പറുദീസയുടെ വാതിൽ എന്റെ മുമ്പിൽ അടയപ്പെട്ടപ്പോ ഈ രക്തം എനിക്ക് വാതിൽ തുറന്നു തന്നു. യേശുവിന്റെ നാമത്തിൽ ക്ലെയിം ചെയ്ത് ആമേൻ പറഞ്ഞ് അങ്ങ് ഏറ്റെടുക്കുക. ഒരു സ്വതന്ത്രം പറ. ആമേൻ. ആമേൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ച റാന്നിയിലായിരുന്നു മീറ്റിംഗ്. രാജു മെത്ര പാസ്റ്ററിന്റെ അവിടെ 21 ദിവസത്തിന് 19ാമത്തെ ദിവസമായിരുന്നു. ആമേൻ. അവിടുത്തെ തൻ്റെ കീഴിൽ 1038 സഭകളുണ്ട്. ആമേൻ. ഒത്തിരി പാസ്റ്റേഴ്സ്, IPCയിലെ ഒരുപാട് ദൈവദാസന്മാർ, ഒരുപാട് ദൈവമക്കൾ എന്നോട് പറഞ്ഞ് കൃത്യം 1 മണിയാകുമ്പോൾ മീറ്റിംഗ് അവസാനിപ്പിക്കണം. അവരുടെ ടൈം എന്ന് പറയുന്നത് 1 മണിയാണ്. ഞാൻ അവരെ ബഹുമാനിക്കുന്നു. പക്ഷെ പ്രസംഗിക്കാൻ കയറി ദേനത്തോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. ദൈവവചനം പ്രസംഗിക്കാൻ ആരംഭിച്ചു. നിങ്ങൾക്കറിയണം, ഞാൻ ആ ഹോളിനകത്തുനിന്ന് പോകുന്നത് 4 മണിക്കാണ്. ആത്മസാന്നിധ്യം ഇറങ്ങി. അവർക്ക് സമയം വിഷയമല്ലായിരുന്നു. ദൈവദാസന്മാരെല്ലാം നൃത്തം ചുവടുകൾ വെച്ച് ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പിന്നെയും അടുത്ത മീറ്റിംഗ് ആരംഭിച്ചു. പ്രസംഗിക്കാൻ കഴിഞ്ഞില്ല. 7 മണിക്ക് മൈക്ക് ഞാൻ കയ്യിലെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഒരൊറ്റ പോക്ക് ആരാധന 8:30 മണി വരെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. ദൈവദാസന്മാരെല്ലാം റിങ് പോലെ നിന്ന് കോർത്ത് പിടിച്ച് തമ്മിൽ തോളെ കൈയിട്ട് ജനത്തിനിടെ നൃത്തം ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം ആത്മാവിൽ ഞാൻ പറയുക, ഈ ദിവസങ്ങളിൽ രക്തത്തിന്റെ ശക്തി ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. രക്തത്തിന്റെ വിടുതലുകൾ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. വിശ്വസിക്കുന്നവരാമേൻ പറ. നീ സാധാരണ ഒരു വ്യക്തിയല്ല, നിന്റെ മേൽ ഒരു അസാധാരണ ദൈവ സാന്നിധ്യം ഈ പകൽ പകരുകയോ.
ഞാൻ ഇത് അനുഭവിക്കുന്നതുകൊണ്ട് പറയുക. ഇന്നലെ കാലടിയിൽ, നമ്മുടെ ന്യൂ ഇന്ത്യയുടെ കാലടിയിലും അങ്കമാലി അതുപോലെ മൂന്നാർ സെന്ററിലുള്ള എല്ലാ ദൈവദാസന്മാരും ഒരുമിച്ച് കൂടിയ ഒരു മീറ്റിംഗ് ആയിരുന്നു ഇന്നലെയും ഇതുപോലെ കൈവിട്ടുപോയി. വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അഭിഷിക്തന്മാരുടെ മേൽ ആത്മാവ് ഇറങ്ങി വരുന്നത് ഞാൻ കാണാനിടയായി. ദൈവമക്കളെ, ഞാനൊരു വെളിപ്പാട് കണ്ടിട്ട് പറയുക, ഒരു കുടുംബത്തിനകത്ത് പോലെ ഇനി ഒരു അനർത്ഥം ഉണ്ടാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒരു കൂടാരത്തിനകത്ത് പോലെ ഒരു അനർത്ഥം ഉണ്ടാകാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. എന്താ കാര്യം എന്നറിയാമോ? ഈ രക്തം തളിക്കുന്ന രക്തമോ, ഈ രഹസ്യ ആ ദൂത് ഏറ്റെടുക്കുമെങ്കിൽ നീ നൃത്തം ചെയ്ത് ആരാധിക്ക്, തുള്ളി ചാടി ആരാധിക്ക്. ഓ, ഇനി ഒരു അനർത്ഥം നിന്റെ ചെവി കേൾക്കരുത്. ഇനി ഒരു അനർത്ഥം കുടുംബങ്ങളിൽ കേൾക്കരുത്. ഇനി ഒരു അനർത്ഥം കുടുംബങ്ങളുടെ അകത്ത് വെളിപ്പെടരുത്. ഓ, ദൈവമേ, പരിശുദ്ധാത്മാവേ, ഒരാളിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് പോലെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. കർത്താവേ, ഇതിനകത്തിരിക്കുന്ന അഭിഷിക്തന്മാരുടെ മേൽ ആ കൃപ ചലിക്കട്ടെ കർത്താവേ, ആ കൃപ ചലിക്കട്ടെ കർത്താവേ. പൗലോസ് എഫെസോസിൽ ചെന്ന് അവിടെ മേൽ കൈവച്ചപ്പോൾ അവൻ ആത്മാവിനെ പ്രാപിച്ച പോലെ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ ജനം ആത്മാവിനെ പ്രാപിക്കട്ടെ, ജനം ആത്മാവിനെ പ്രാപിക്കട്ടെ. ഈ ദൈവദാസന്മാരുടെ മേൽ ഒരു ഇമ്പാർട്ടേഷൻ നടക്കട്ടെ. ഈ ദൈവബുദ്ധിന്മാരുടെ മേൽ ഒരു ആത്മപകർച്ച വ്യാപരിക്കട്ടെ. അവർ ആരുടെ മേലാണോ കൈവയ്ക്കുന്നത് അവർ ജനം നിറയട്ടെ, അവർ കൃപയാ നിറയട്ടെ, അവർ അഭിഷേകത്തെ നിറയട്ടെ, അവർ ദൈവശക്തിയാ നിറയട്ടെ. ഓ ഓ ഓ ഓ ഓ, പ്രാപിക്ക് പ്രാപിക്ക് പ്രാപിക്ക്. ഓ, യേശുവിന്റെ രക്തം, സംസാരിക്കുന്ന രക്തം. പൗലോസ് പറയുന്നു, യേശുവിന്റെ രക്തം ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കും. പറയുക മക്കളെ, ഗുണകരമായി സംസാരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഹാബേലിന്റെ രക്തം ഗുണമാണോ ദോഷമാണോ പറഞ്ഞെന്ന് വേദപുസ്തകത്തിലില്ല. പക്ഷെ ഒരു ചരിത്രം ഞാൻ പറയാം. വയലിലോട്ട് കൊണ്ടുപോയി ചേട്ടൻ അനിയനെ കൊന്നു. 5-6 ലിറ്റർ ചോര ഹാബേലിന്റെ ശരീരത്തിൽ നിന്ന് കുടുകൂട പാഞ്ഞു വയലിലൂടെ ഒഴുകുന്നു. ചേട്ടൻ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോ ചേട്ടൻ ഓടി, വയലിനകത്തൂടി അടുത്ത രാജ്യത്തേക്ക് ഓടി. രക്ഷപ്പെടുമ്പോൾ ഉയരത്തിന്നൊരു വിളി, കൈനെ ഞെട്ടിത്തെറിച്ചു. ആരാൺ? ഞാനാടാ സൈന്യങ്ങളുടെ യഹോവ. എന്തു വേണം? സഹോദരൻ എവിടെ? എവിടെ നിന്റെ സഹോദരൻ? അടുത്ത ചോദ്യം, ഞാൻ എൻ്റെ സഹോദരന്റെ സെക്യൂരിറ്റി ഗാർഡോ? അങ്ങനെയല്ലേ? കാവൽക്കാരനാണോ? അങ്ങനെയാ. ഞാൻ എൻ്റെ സഹോദരന്റെ സെക്യൂരിറ്റി ആണോ ഞാൻ? എന്നിട്ട് വീണ്ടും നടക്കാൻ തുടങ്ങി. ഹാബേലും മരിച്ചിട്ട് ഒരുപക്ഷെ മണിക്കൂറുകൾ എടുത്ത് കാണും, നിമിഷങ്ങൾ എടുത്ത് കാണും. കുറച്ചുകൂടി കഴിഞ്ഞപ്പോ വീണ്ടും ദൈവം വിളിച്ചു, കൈനെ, നിന്റെ സഹോദരന്റെ രക്തം. അവിടെയാ വിഷയം. ഭൂമിയിൽ ചൊരിഞ്ഞൊഴുകുന്ന ഹാബേലിന്റെ രക്തം എന്നെ നോക്കി നിലവിളിക്കുന്നടാ. ആ രക്തത്തിനകത്ത് ജീവനുണ്ട്. കൈൻ ചോദിച്ചില്ല, അവിടെ എന്നാ ആ രക്തം പറഞ്ഞേ? ചോദിച്ചോ? ആ രക്തം എന്നെ നോക്കി നിലവിളിക്കുന്നു. വാഴ്ത്തപ്പെട്ടവനായ മശീഹയെ പൗലോസ് വെളിപ്പെടുത്തുകയാ. ആ രക്തത്തെക്കാൾ ഗുണകരമായി ഗുണം സംസാരിക്കുന്ന രക്തം. എപ്പോഴാ മക്കളെ ഗുണം സംസാരിച്ച്? ആ ദുഷ്പ്രവർത്തിക്കാരി 2 പേർ, ഒരുത്തൻ ഇടത്തും ഒരുത്തൻ വലത്തും കിടക്കുന്നു. 2 കള്ളന്മാരല്ലേ? കള്ളൻ സുവിശേഷം കേട്ടില്ല, കള്ളൻ കണ്ണഞ്ചം കൂടിയില്ല, ഉപവാസ പ്രാർത്ഥനക്ക് പോയില്ല, പുതിയ നിയമവും പഴയ നിയമവും വായിച്ചില്ല. പക്ഷെ കള്ളൻ രക്ഷിക്കപ്പെട്ടു. ഒരു സ്വതന്ത്രം പറ. കള്ളൻ രക്ഷിക്കപ്പെടാൻ അവൻ വായിച്ച സുവിശേഷം ഏതാന്നറിയോ? കള്ളൻ കേട്ട സുവിശേഷം ഏതാന്നറിയോ? കേട്ടിട്ടില്ലേ? കേക്ക്.
കൈവിരിച്ച് കിടന്ന് തല കുനിച്ച് അവൻ വിളിച്ച് താഴെ നിൽക്കുന്നവരെ നോക്കിയിട്ട് പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് എന്ത് ചെയ്യണമേ, ക്ഷമിക്കണമേ. ഈ കള്ളൻ യഹൂദൻ ഇസ്രായേൽക്കാരനാകട്ടോ. പഴയ നിയമത്തിൽ മക്കളെ ക്രൂശ് മരണമില്ല കേട്ടോ. പഴയ നിയമത്തിൽ എന്തില്ല? ക്രൂശ് മരണമില്ല. യേശു ക്രിസ്തുവിന് 300 വർഷങ്ങൾക്ക് മുൻപാണ് ക്രൂശ് മരണം സ്റ്റാർട്ട് ചെയ്തത്. ക്രൂശ് മരണത്തിന് മുമ്പുള്ള 3-4 മരണരീതിയുണ്ട്. ഒന്ന് കല്ലെറിഞ്ഞു കൊല്ലുക, 2 തൂക്കിക്കൊല്ലുക, കുടുക്കിട്ട് തൂക്കിക്കൊല്ലുക, 3 ഞെരിച്ചു കൊല്ലുക, 4 അമ്പെയ്ത് കൊല്ലുക. ഇതാണ് കൊലപാതകത്തിന്റെ ശൈലി. ക്രൂശ് മരണം ആരംഭിച്ചത് എപ്പോഴാണെന്നറിയണ്ടേ? മലാക്കിക്കും മത്തായിക്കും ഇടയിൽ 400 വർഷത്തെ ഇരുണ്ട കാലഘട്ടമുണ്ട്. 400 വർഷത്തെ ആ ഇരുണ്ട കാലഘട്ടത്തിൽ യേശുക്രിസ്തു ജനിക്കുന്നതിന് 300 വർഷം മുമ്പ്, അഥവാ ആ 400 വർഷത്തെ ദൈവദാസന്മാരുടെ കണക്കൂട്ടൽ ഇരുണ്ട കാലഘട്ടത്തിലെ ആ 400 വർഷത്തിനിടയിൽ പുതിയതായിട്ട് വന്ന ഒരു മരണമാണ് ക്രൂശ് മരണം. അന്ന് യഹൂദന്മാരുടെ ഇടയിൽ ജീവിച്ചിരുന്ന 4 കൂട്ടം ആളുകളുണ്ട്. 4 കൂട്ടം ആളുകൾ, ഞാൻ അവിടെ പേരൊന്നും പറയുന്നില്ല. 4 കൂട്ടം ആളുകൾ. ഒന്ന്, രാജകീയമായ തലത്തിൽ ഉന്നതിയുള്ളൊരു കൂട്ടർ. 2, അവിടുത്തെ അധികാര കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരു കൂട്ടർ. 3, മിഡിൽ കാസ്റ്റായ ഒരു കൂട്ടർ. 4മതൊരു കൂട്ടൽ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഇസ്രായേൽ ദേശത്തുണ്ടായി. അവർ അറിയപ്പെട്ടത് ഡൂലോസ് എന്ന ഒരു കൂട്ടമാണ്, അടിമകൾ എന്ന് പറയുന്നവർ. അവരെ കൊല്ലാൻ വേണ്ടി യഹൂദന്മാരുടെ തലച്ചോറിനകത്തുരുത്തിരിഞ്ഞു വന്ന ഒരു ചിന്തയായിരുന്നു ക്രൂശ് മരണം. ഒരു സ്വതന്ത്രം പറ അല്ലേ? 300 വർഷമേ ആയിട്ടുള്ളൂ. എന്തിനാ റോമാക്കാരാ ഇങ്ങനെ ഒരു നിയമം നീ കൊണ്ടുവന്നത്? ആ നിയമം കൊണ്ടുവന്നെങ്കിൽ മാത്രമേ പറുദീസയ്ക്ക് എന്നെ കേറ്റാതെ ഇരിക്കുന്ന തിരിയുന്ന അഗ്നിജ്വാലയുടെ വാള് ഒന്ന് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ഈ മരണം ഇങ്ങനെ സംഭവിച്ചേ പറ്റൂ. ഇതവർക്ക് മനസ്സിലായെന്നറിയില്ല. അതുകൊണ്ട് ആർക്കെങ്കിലും അത് പിടുത്തം കിട്ടിയില്ലെങ്കിൽ മക്കളെ ഒന്ന് നിങ്ങളുടെ അകത്ത് ഈ വചനമൊക്കെ കയറാൻ വേണ്ടി പറയാം. ആദാമ്യ മനുഷ്യനെ പാപം ചെയ്ത് തോട്ടത്തിന് വെളിയിലാക്കിയിട്ട് തിരിയുന്ന അഗ്നിജ്വാലയുടെ വാളുമായിട്ട് ദൈവം ഒരു ദൂതനെ നിർത്തി. പണ്ടൊരു കൊച്ചൻ എന്നോട് ചോദിച്ചു, പാസ്റ്റെങ്കിൽ ആ ദൂതന്റെ കയ്യിലെ വാളിൻ്റെ ലെങ്ത് ഒന്ന് പറയാമോ, നീളമൊന്ന് പറയാമോ? ഞാൻ പറഞ്ഞു, മോനെ, ആ നീളം അറിയണമെങ്കിൽ പറുദീസയുടെ വാതിലിന്റെ വീതി അറിയണം, അല്ലേ? പറുദീസയുടെ വാതിലിന്റെ വീതി അറിഞ്ഞെങ്കിൽ മാത്രമേ വാതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അഗ്നിജ്വാലയുടെ വാളിന്റെ നീളം അറിയാൻ പറ്റൂ. ഒരു കാര്യം എനിക്കറിയാം, അത് 1 കിലോമീറ്റർ ആയിരിക്കാം, 2 കിലോമീറ്റർ ആയിരിക്കാം. പറുദീസയിലേക്ക് കയറുന്ന വാതിൽ എത്രമാത്രം വലുതാണോ അത്രമാത്രം ദൂതന്റെ കയ്യിലെ വാളും വലുതാണ്. കൈക്ക് പിടിച്ച് കൊണ്ടുവന്ന് പുറത്തോട്ട് തട്ടിയിട്ട് ദൂതൻ പറഞ്ഞ് തിരിച്ചു വന്നേക്കരുത്, പോക്കോ. എന്നിട്ട് ആദാമും ഹവ്വയും തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയാമോ? അവൻ ഇടിത്തിയേറിയ കാഴ്ചയാ. എന്ന് വെച്ചാലേ അവൻ വാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. മിക്സി ഓൺ ചെയ്യുമ്പോൾ മിക്സിയുടെ അകത്ത് ബ്ലേഡ് വർക്ക് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇതുപോലെ അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതങ്ങ് വെട്ടി തിളങ്ങി കറങ്ങിയ ആദാമിന് മനസ്സിലായി, ആമേൻ, ഞങ്ങൾ എന്തായാലും മരിക്കും. ഒരു ശാപം ഞങ്ങളുടെ തലേ കിടപ്പുണ്ട്. ഞങ്ങൾ മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗമേ ഉള്ളൂ, എങ്ങനെയെങ്കിലും തിരിച്ച് പറുദീസയിൽ കയറണം. കയറിയിട്ട് അതിന് നടുക്കൊരു മരം നിപ്പുണ്ട്, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം. അത് ഞങ്ങൾ പറിച്ചു കഴിച്ചാൽ ഞങ്ങൾക്കിനി മരണമുണ്ടാകത്തില്ല. മരണമുണ്ടാകാതിരിക്കണമെങ്കിൽ അകത്ത് കയറി പറിച്ചു തിന്നണം. എങ്ങനെ കയറാനാ? കയറിയാൽ അവൻ ജ്യൂസ് പരുവത്തിലാകും. സ്വർഗം താഴോട്ട് നോക്കിയിട്ട് ചോദിച്ചു, ആദാമിനും ഹവ്വയ്ക്കും നഷ്ടപ്പെട്ട പറുദീസ മടക്കി കൊടുക്കാൻ ആര് പോകും? ദൂതന്മാരെല്ലാം മാറി നിന്നപ്പോ
തൻ്റെ ഓമനകുമാരൻ വന്നിട്ട് പറഞ്ഞു, അടിയനിതാ, അടിയനെ അയക്കണമേ. തമ്പുരാൻ വന്നു കേട്ടോ, വന്നു. ഇനി ഒന്നുകൂടി പറയാം, ഈ ദൂതന്റെ കയ്യിലെ വാളിന്റെ വേഗത നിങ്ങൾക്ക് അറിയണമെങ്കിലേ ഒരു വചനം ഞാനങ്ങ് പറയാം. കർത്താവ് പറഞ്ഞു, ആമൻ, സാത്താൻ മിന്നൽ വേഗത്തിൽ താഴേക്ക് വീഴുന്നത് ഞാൻ കണ്ടു. സാത്താന്റെ വേഗത, ദൂതൻ വീണതിന്റെ വേഗത മിന്നൽ വേഗതയാ. അങ്ങനെയാണെങ്കിലേ നിസ്സാര വേഗത ഉള്ളവനല്ല വീണുപോയ സാത്താനും ദൈവത്തിന്റെ ദൂതഗണവും. ഒന്നുകൂടി തെളിയിച്ചു തരാം. അരാംപാളയത്തിൽ ഒരിക്കലൊരു ദൂതൻ ഇറങ്ങി ചുമ്മാ കയ്യിലൊരു വാള് പിടിച്ച് ഒന്നിങ്ങനെ കറങ്ങി വന്നപ്പോ 1,85,000 പേര് വീണു. ആമൻ, ഇതൊരു 3,500 4,500 സ്ക്വയർ ഫീറ്റാ. ഈ 4,000 പോട്ടെ, ഒരു 5,000 സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നിരിക്കട്ടെ. ഇതിനകത്ത് കസേരയിട്ട് എല്ലാത്തിനും കൂടി കുത്തിക്കൊള്ളിച്ചാൽ 500-600 അകത്ത് കൊള്ളാം. ഇതിനകത്തൊരു ദൂതൻ ഇറങ്ങി ഇത്രയും പേരെ ഒറ്റക്കറക്കത്തിൽ വെട്ടിക്കൊല്ലണമെങ്കിൽ ആ വാളത്ര വലുതായിരിക്കണം. അങ്ങനെയാണ് 1,85,000 പേരെ ഒറ്റ വീശിനകത്ത് കൊല്ലണമെങ്കിൽ അവന്റെ കയ്യിലെ വാളിന്റെ വലിപ്പം ചെറുതല്ല. സ്തോത്രം. പക്ഷെ ഒരു കാര്യം സംഭവിച്ചു കേട്ടോ, ആമേൻ. ആ പർദീസയിലേക്ക് നമുക്ക് ജീവൻ മടക്കി തരാൻ, നഷ്ടപ്പെട്ടു പോയ ജീവനെ നിലനിർത്താൻ ആ പർദീസയിലേക്ക് ഒരുത്തൻ കിടക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, സെക്കര്യാവിന്റെ പ്രവചനത്തിൽ വാളേ വിട്ടുക ഇല്ല, അതിന് മുമ്പൊരു വാക്യമുണ്ട്, വാളേ ഉണരുക. ഏതാണ് ആ വാളെന്നറിയാമോ? യഹൂദന്റെ കയ്യിലെ റോമാക്കാരന്റെ വാളല്ല, പർദീസയുടെ വാതിൽ അവർ തിരിച്ചു കയറാതിരിപ്പാൻ തിരിയുന്ന അഗ്നിജ്വാലയുടെ വാള്. ആ വാളിങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ പ്രവാചകൻ വിളിച്ചു കാണുന്ന ഒരു കാഴ്ച, വാളേ ഉണരുക, ഇടയനെ വെട്ടുക. ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്ന ഒരു ഇടയൻ ആ വാളിന് കൊണ്ടുപോയി തലവെച്ചു കൊടുത്തു. ആമേൻ. ദൈവത്തിന്റെ കോപത്തിന്റെ, അല്ലെ, പിതാവായ ദൈവത്തിന്റെ കോപത്തിന്റെ അഗ്നിയുടെ വാളിന് മശിഹാ തമ്പുരാൻ ചെന്ന് വീണുകൊടുത്തു. സ്വത്രം, രക്തം ചിതറി. എന്നിട്ട് ആമൻ യെശയ്യാവ് കണ്ട വെളിപ്പാട് കണ്ടാൽ ആളല്ല എന്ന്. നിങ്ങൾ നോക്കിക്കേ, ഒരു മിക്സിക്കകത്തോട് സാധനം ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ അടിച്ചത് എന്താന്ന് മനസ്സിലാക്കാൻ പറ്റാത്തതുപോലെ അവന്റെ രൂപം മാറി ആ വാളിനകത്ത് കയറി ഇറങ്ങി. അതിനകത്ത് കയറി പുറത്തു വന്നപ്പോ കള്ളനൊരു വിളി, യേശുവേ യേശുവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ. ഞാനൊരു വചനം പറയാം, എല്ലാവരും കൂടി ആമേൻ പറയണേ. എന്നിട്ട് യേശു പറഞ്ഞു, ഇനി എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും പർദീസക്കകത്ത് കയറി മരിക്കാത്ത ഫലം കർത്താവ് നമുക്ക് തന്നു. ഒരു അല്ലെന്ന് പറഞ്ഞേ. ഇപ്പൊ കർത്താവ് പറയുക, നീ മരിച്ചാലും എന്ത് ചെയ്യും? കാരണം ആ കടമ്പ കടന്നകത്ത് കയറി അതിനു വേണ്ടി ചൊരിഞ്ഞതാണ് രക്തം, അല്ലേ? ഞാന് കഴിഞ്ഞ ആഴ്ച സന്തോഷത്തോടെ മനസ്സ് തുറന്നു പറഞ്ഞു, പാപിയെ ആരാക്കി? നീതിമാനാക്കി. പാപിയെ പുരോഹിതനാക്കി. പാപിയെ പ്രഭുവാക്കി. പാപിയെ രാജാവാക്കിയ ചരിത്രം രക്തത്തിന്റെ ചരിത്രം, അല്ലേ? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പാവി ഇപ്പൊ ആരായി? പാവി പുരോഹിതനായി, പാവി രാജാവായി, പാവി പ്രഭുവായി, പാവി വിശുദ്ധ ജനമായി. ഒന്ന് പറഞ്ഞേ, പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു യഹോവ ദൈവമാ വിശുദ്ധ ജാതിനാ അവനവകാശമാ.
2 എഫേസ്യർ 1:7 എഴുതിയിട്ടുണ്ടോ? എഴുതിയായിരുന്നോ കഴിഞ്ഞ ആഴ്ച? എഴുതിയിട്ടുണ്ടല്ലേ? എന്താ പറഞ്ഞേ? ഈ രക്തം നമുക്ക് തന്ന, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. നമുക്കൊരു വീണ്ടെടുപ്പ് തന്നതും യേശുവിന്റെ രക്തമാണ്. ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. അടുത്തിരിക്കുന്ന 2 പേരോട് വാ തുറന്ന് രക്തമെന്ന് പറയരുത്, യേശുവിന്റെ രക്തം എന്നൊന്ന് തറപ്പിച്ച് പറഞ്ഞേ. ഇത് പറയുന്നത് എന്ത് ജീവനാന്നറിയോ? ഇരിക്കുന്ന ഇരിപ്പി പറ, യേശു ക്രിസ്തുവിന്റെ രക്തം. നീ 10 തവണ പറയുമ്പോൾ നിന്റെ ശരീരത്തിന് തീപിടിക്കും. നീ അത് പറയാൻ തുടങ്ങുമ്പോ നിന്റെ ശരീരത്തിന് തീപിടിക്കും. ആമേൻ. നീ ചുമ്മാ പറഞ്ഞാ മതി, ഇരിക്കുന്നിടത്ത് പറഞ്ഞാ മതി. The blood of Jesus, യേശു ക്രിസ്തുവിന്റെ രക്തം. നീ ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നെ വീണ്ടെടുത്തത് യേശുവിന്റെ രക്തമാണ്. ഓക്കെ, വെളിപ്പാട് 5:9 വായിച്ചു. പിതാവേ, നീ യോഗ്യൻ ഗോത്രങ്ങളിൽ നിന്നും പുസ്തകം വാങ്ങാനും അനുമുദ്ര പട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എവിടെ നിന്ന് മേടിച്ചു? എങ്ങനെയുള്ളവരെ മേടിച്ചു? ഒന്നാമേ പറഞ്ഞേ, ആരൊക്കെയാ മേടിച്ചേ? സർവഗോത്രത്തിലും, ഗോത്രം, ഭാഷയിലും, ഭാഷ, വംശത്തിലും, വംശം, ജാതിയിലും നിന്നുള്ളവരെ. ഒരല്ലല് പറഞ്ഞു. ഇതെല്ലാം കൂടി ചേർന്നതാ സഭ, അല്ലാതെ പെറ്റുപെരുകിയതല്ല സഭ. ആമേൻ. യാക്കോബ, മാർത്തോമ, CS ഇത് സഭയല്ല. ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെയുള്ള ഒന്നും കേറത്തില്ല. അത് സഭയല്ല. സഭയാണ്. ഇതെല്ലാം ഉണ്ട്. അവിടെ ജാതിയുണ്ട്, ഗോത്രമുണ്ട്, വംശമുണ്ട്, എല്ലാം ഉണ്ട്. ഒരല്ലല് എന്ന് പറഞ്ഞേ. അപ്പൊ ഇതിനകത്ത് വന്നവരെല്ലാം ഇങ്ങനെയുള്ളതിന് ഉൾക്കൊള്ളാനുള്ളൊരു മനസ്സുകൂടി വേണം. ഒരാമേൻ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഇതിനെ ഉൾക്കൊള്ളാൻ. അപ്പോ വിലക്ക് വാങ്ങി. അപ്പോ നമ്മളെല്ലാം എന്ത് ചെയ്തു? വിലക്ക് വാങ്ങി. എന്താ വില കൊടുത്തേ? യേശുവിന്റെ രക്തം കൊണ്ട്. എന്തു കൊടുത്തു? യേശുവിന്റെ രക്തം. നിങ്ങളെ ഒരു അത്യാസന്നതയിൽ ഒരാൾ കിടക്കുക, പുള്ളിക്ക് ഇച്ചിരി ബ്ലഡ് വേണം. നിങ്ങൾ ബ്ലഡ് കൊടുക്കാൻ പോയി ചെന്ന് കിടന്നിട്ട് പറയുവോ, നേഴ്സേ കംപ്ലീറ്റ് അങ്ങ് ഊറ്റിക്കോ, ഊറ്റാവുന്ന അത്രയും ഊറ്റിക്കോ, അവസാനം ഇതിലൂടെ വലിച്ചു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ ഒന്ന് പിഴിഞ്ഞെടുത്തോ എന്ന് പറയുവോ? പറയോ? ഇതിങ്ങനെ കൈ കൊടുത്തിട്ട് നമ്മളിങ്ങനെ കിടക്കുമ്പോ തന്നെ ആ കുപ്പിക്കിട്ട് നോക്കും, ഓരോ തുള്ളി എണ്ണിയാ കയറ്റുന്നേ. 1 2. ചിലത് ബ്ലഡ് കൊടുത്ത് ബോധം കെട്ട് വീണവർ വരെ ഉണ്ട് ഇവിടെ. കൊടുക്കോ? നമ്മള് കൊടുക്കോ? ആരും കൊടുക്കോ? ഞാൻ കൊടുക്കോ? നേഴ്സേ, ഒരു ഒത്തിരി കഴിച്ചിട്ട് അയച്ചിട്ട് ബ്ലഡ് ഉള്ളേ, കുറച്ച് ഊറ്റിയാ മതി കേട്ടോ. അറിയില്ലേ? തമ്പുരാനെ 2 കരവും പിരിച്ച് 2 കാലുകളും വെച്ച് വിലാപ്പുറം തുറന്നിട്ട് ബൈബിളിലൊരു വാക്യമുണ്ട്, അവനവിടെ കുത്തി, ഉടനെ അവിടെ നിന്ന് എന്ത് പുറപ്പെട്ടു? രക്തവും വെള്ളവും പുറപ്പെട്ടു. മോനെ, ചങ്കിലുണ്ടായ അല്പം ചോരയാണ് ആ ക്രൂശിൽ അവശേഷിച്ചത്. ബാക്കി മുഴുവൻ പോയി കേട്ടോ. പടയാളിക്ക് വിവരക്കേട് കൊണ്ട് കുത്തിയതല്ല. ആണോ? മരിച്ചെന്നറിഞ്ഞിട്ട് കുത്തിയില്ലേ? എന്തിനാ കുത്തിയെന്നറിയോ? തമ്പുരാൻ പറഞ്ഞു, ഓട്ടകഷ്ണം പോലെയായി ശരീരം, ഒരു ഇച്ചിരി കിടപ്പുണ്ട് എവിടെ? പറ. ഹൃദയത്തിൽ അതുകൂടി കുത്തിയെടുത്തോ. വന്ന് കുത്തിക്കേറ്റി. മക്കളെ, ഈ തമ്പുരാനെ വേണം സ്നേഹിക്കാൻ. നല്ലൊരു ആമേൻ പറയുന്നേ, നല്ലൊരു ഹല്ലേലൂയ പറയുന്നേ. ഈ
ദൈവത്തെ വേണം മക്കളെ സ്നേഹിക്കാൻ. അമ്മ എന്തുകൊണ്ട് എങ്ങനെയൊക്കെ നമ്മൾ ഇത്രയൊക്കെ പ്രസംഗിച്ച് ആരാധിച്ച് ഇതൊക്കെ ചെയ്യുന്നത്? അവൻ ചെയ്തത് ഓർക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒന്നുമില്ലെന്നേ. നമ്മൾ ചുമ്മാ വന്ന് ഇരുന്ന് കൊടുക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ ചുമ്മാ വന്നിരുന്ന് 2 പാട്ട് പാടുന്നല്ലേ ഉള്ളൂ. അവൻ ചെയ്തത് എന്നാന്നറിയാമോ? ഞാനും അബ്രഹാമിന്റെ മകൻ എന്നുള്ള രീതിയിൽ ഒരു പദവി തന്നു. എബ്രായർ 13:20 എഴുതിയോ? എഴുതിയിട്ടില്ല, എഴുതിക്കോ. എബ്രായർ 13:20 നിത്യ നിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ നിന്നും മതി. റോമൻസ് ഭാഷേ. ആമേൻ. അടുത്തത് 5. ആമേൻ. എങ്ങനെയുള്ള രക്തമാണ് നമുക്ക് അനുഗ്രഹം തന്നത്? നിത്യ നിയമം എന്ന് വെച്ചാലേ, പഴയ നിയമത്തിലെ യാഗം മാറിക്കൊണ്ടിരിക്കും. പാപം ചെയ്യുന്ന അനുസരിച്ച് പിന്നെ എന്ത് ചെയ്യണം? യാഗം കഴിക്കണം. കഴിഞ്ഞ വർഷം പാപം ചെയ്തു, ഈ വർഷം ആരാധന. ഈ വർഷത്തെ പാപത്തിന് അടുത്ത ആരാധന. അപ്പോ ആലയത്തിൽ യാഗങ്ങൾ നടക്കുന്നു. പാപം ചെയ്യുന്നു, യാഗം കഴിക്കുന്നു. പാപം ചെയ്യുന്നു, യാഗം കഴിക്കുന്നു. എന്റെ ഭാഷ പറഞ്ഞാൽ, ആർക്ക് ബാധ കൂടിയാലും കോഴിക്ക് കിടക്കപ്പുറതിയില്ലെന്ന് പറഞ്ഞ പോലെ പാപം ചെയ്യും, ആടിന് മരണം. ഇവന്മാര് പിന്നെയും പാപം ചെയ്യും. അടുത്ത പ്രാവശ്യം ഒരാടിനെ തോളയിട്ട് ആലയത്തിൽ കൊണ്ടുവരും. ആടിന്റെ മണ്ടലോട്ട് കൈവെക്കും. പാവമെല്ലാം ആടിന്റെ മേൽ ചുമത്തും. പുരോഹിതം കൊണ്ട് മുറിക്കും. ഇവന്മാർ തിരിച്ചു പോകുന്നത് പാപമില്ലാതെ. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇനി ഒരൊറ്റ യാഗത്താൽ, ആണ്ടിലൊരിക്കൽ അല്ല, ഒറ്റ യാഗത്താൽ, നിത്യ നിയമത്തിന്റെ രക്തത്താൽ ദൈവം നിന്നെ ശുദ്ധീകരിക്കാൻ പോവുകയാണ്. എബ്രായർ 9:14 അതൊന്ന് വായിക്കണം കേട്ടോ. എബ്രായർ 9:14 നിയമമുള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം അല്ല, ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജഡീക ശുദ്ധി വരുത്തു. എന്താ ജഡീക ശുദ്ധി വരുത്തുന്നത്? പശുവംശം 13 എന്നിട്ടോ അപ്പൊ അവർക്ക് മനസ്സിലാവും ഇതെന്താണ്. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവിടെ തളിക്കുന്ന പശുവംശവും ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, അങ്ങനെ തളിക്കുമ്പോ അവർക്ക് എന്തുണ്ടാകുന്നു? ജഡത്തിന് ശുദ്ധി ഉണ്ടാകുന്നു. അടുത്തത് നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി. മോനെ, 6ാമത്തെ കാര്യം ഒന്ന് തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാന്നറിയോ? ഈ രക്തം തരുന്ന 6ാമത്തെ അനുഗ്രഹം, ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി അതിന് പ്രോത്സാഹനം തരുന്നത് യേശുവിൻ്റെ രക്തമാണ്. ഇനി ആരും വഴക്കുണ്ടാക്കാതിരിക്കാൻ ഒരു കാര്യം പറയാം. ഇവിടെ വർഷിപ്പ് ചെയ്യുന്ന പിള്ളേരും ഞങ്ങളുമൊക്കെ അറിയേണ്ട ഒരു കാര്യം, മക്കളെ, വർഷിപ്പ് ചെയ്യുന്ന നമുക്ക് ഇവരോട് കൈ പൊക്ക്, കാല് പൊക്ക്, കൈയടി, ചാട് എന്ന് പറയാൻ പ്രമാണമില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താ ഞങ്ങളിടക്ക് പറയില്ലേ 2 ഹല്ലേലൂയ പറ, 3 ഹല്ലേലൂയ പറ. അത് പറയാൻ പ്രമാണമില്ല. എന്തുകൊണ്ട്? അവൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവനാണെങ്കിൽ ആ രക്തം അവന്റെ മനസാക്ഷിയോട് പറയും ആരാധിക്കാൻ. ഈ രക്തം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം എന്നാന്നറിയോ? ഒരു വർഷിപ്പ് ലീഡറും കൈയടിക്കാൻ പറയണ്ട, ആരാധിക്കാൻ പറയണ്ട. ഈ വാക്യം കുറിച്ചിട്ടോ, ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ ഒന്ന് ചോദിക്കട്ടെ, നിങ്ങളുടെ മനസാക്ഷി പറയുന്നുണ്ടോ ആരാധിക്കാൻ? ഉണ്ടോ? നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ടോ? പ്രബോധിപ്പിക്കുന്നുണ്ടോ? നിങ്ങളുടെ മനസാക്ഷി നിങ്ങളെ, എൻ്റെ ഭാഷ പറഞ്ഞാൽ, പോസ്റ്റ് ചെയ്യുന്നുണ്ടോ ആരാധിക്കാൻ? അങ്ങനെ ഇല്ലെങ്കിൽ നീ ദൈവ പൈതലല്ല. പറഞ്ഞാരാധിപ്പിക്കുന്നത് ഒരു ദൈവ പൈതലിന്റെ ലക്ഷണമല്ല. യഥാർത്ഥ വീണ്ടെടുപ്പ് പ്രാപിച്ചവന്റെ അകത്ത് മനസാക്ഷി പറയും, രക്തത്താൽ തളിക്കപ്പെട്ടവൻ മനസാക്ഷി പറയും, ഈ ദൈവം സ്നേഹിച്ചതുപോലെ നിന്നെ ആരും സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് മനസാക്ഷിയിൽ നിന്നും രക്തം പറയും, ദൈവത്തെ എന്ത് ചെയ്യും? അവൻ അടുത്ത ഇരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഒന്ന് സ്വതന്ത്രം കൊടുത്തേ, വല്ല മനസാക്ഷി ഉണ്ടോ നോക്കട്ടെ.
അവിടെ മനസാക്ഷിയിൽ നിന്ന് ആരാധന വരുന്നുണ്ടോ? അപ്പൊ യേശുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയോട് എന്താ പറയുന്നേ? ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ. സ്തോത്രം. സന്തോഷമായോ? ആയി, സമയമായല്ലേ? ബിരിയാണി ഉണ്ടോ? ഇന്ന് ബിരിയാണി ഉണ്ടോ? ഇന്ന് വള്ളമൊന്നും ഇറക്കിയില്ലേ? നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ പറ്റിയല്ലോ, എല്ലാവരും ഒരു വള്ളമൊക്കെ ഇറക്ക്. ആമേൻ. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി അങ്ങ് വിട്ടേരെ. ഞാൻ ഇനി അതെല്ലാം വിട്ടിട്ട് ഈ സ്തോത്രം, ഈ രക്തം തളിച്ചില്ലേ? ഈ രക്തം തളിച്ചു. ഈ രക്തം പഴയ നിയമത്തിൽ തളിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാക്യം വായിക്കണം. പുറപ്പാട് പുസ്തകം നിർത്തേ മോനെ. 1:7 12:7 വായിച്ചേ. 12:7. പുറപ്പാട് 12:7. അതിന്റെ രക്തം കുറെ എടുത്ത് തങ്ങൾ തിന്നുന്ന വീടുകളുടെ വാതിലിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. ദൈവദാസന, ഇതല്ലേ ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞേ? പുരട്ട് ഈ സോപ്പ് തണ്ടുകൊണ്ട് റോബിൻസൺ ഭാഷ ഇങ്ങനെ ഇത് പുരട്ടിയപ്പോൾ എത്ര വായിച്ച നമ്മള്? 12:7. 11:7 നോക്കിക്കേ. 11:7. എന്നാൽ യഹോവ മിസ്രൈമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവനക്കുകയില്ല. എന്താനക്കില്ല? നായ് പോലും നാവനക്കില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ? റെഫറൻസ് പറഞ്ഞായിരുന്നോ? പറഞ്ഞു. രക്തം തളിച്ചപ്പോഴേ ഒരു നായ പോലും ഇസ്രായേൽ മക്കൾ ഇങ്ങനെ നടന്നു പോയപ്പോഴേ ഒരു പട്ടിയ വഴിവക്കി നിൽക്കായിരുന്നു. കൊരക്കാൻ വന്നു, എന്നിട്ട് വിഴുങ്ങിക്കളഞ്ഞു. കൊര വന്നിട്ട് ഒന്ന് പറയാടുത്തിരിക്കുന്ന അവിടെ കൊര വന്നു. പക്ഷെ എന്ത് ചെയ്തു? ആരെ എന്ത് ചെയ്തപ്പോ എന്തിനാ പറഞ്ഞത്? ഇത് മറക്കാതിരിക്കാനാ. രക്തം തളിച്ചപ്പോ ഒരു നായ പോലും. ഏത് രക്തം? അല്ല, പശുക്കിടാവിന്റെ രക്തം അന്ന് തളിച്ചപ്പോ ഒരു നായ പോലും നാവനക്കിയില്ലെങ്കിൽ എന്റെ മേ കിടക്കുന്ന യേശുവിന്റെ രക്തമാണ്. നിങ്ങളുടെ മേ കിടക്കുന്നത് അവൻ ആടിന്റെ രക്തമല്ലെന്നേ. നിങ്ങൾക്ക് എനിക്ക് വേണ്ടി യാഗമായ കർത്താവായ യേശുവിന്റെ രക്തം. ആമേൻ, ആമേൻ, ആമേൻ. 5 മിനിറ്റ്. എത്ര മിനിറ്റ്? എന്താടി നീ പറഞ്ഞേ? അവളെ എന്നോട് കാണിക്കുക. കുറേ അല്ല, 5 മിനിറ്റ്. കാതറിൻ പറയാ കുറേ നേരം 5 മിനിറ്റ് എന്ന് പറയുന്നേ. ഒരു 5 മിനിറ്റ് കൂടി സഹിക്കടി. ആമേൻ. ഈ യേശുവിൻ്റെ രക്തം തളിച്ചു എന്ന് വായിച്ചു അല്ലേ മക്കളെ? പുതിയ നിയമത്തിൽ ലൈവായിട്ട് യേശുവിൻ്റെ രക്തം 4 സ്ഥലത്ത് വീണു. എത്ര അടുത്ത്? അത് കൂടി വന്ന 4 മിനിറ്റ് കൊണ്ട് തീർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 4 സ്ഥലത്ത് ഈ രക്തം വീണു. 4 നിന്നും നമ്മളോടൊരു മെസ്സേജ് കൈമാറി. ഒന്നാമത് ഈ രക്തം വീണത് എവിടെയാ? കുറിച്ചു വെച്ചോ. ലൂക്കോസ് 22:44. പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ ഇതാണ് യേശുവിന്റെ രക്തം ലൈവായി വീണ 4 ഇടം. ഒന്ന് വായിച്ചോ. അവന്റെ വിയർപ്പ് ലൂക്കോസിന്റെ സുവിശേഷം 22:44. പിന്നെ അവൻ പ്രാണവേദനയായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെ. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. രോമകൂപത്തിലൂടെ വിയർപ്പ് തുള്ളിയല്ല ദൈവമക്കളെ പുറത്തു വന്നത്, വലിയ ചോരത്തുള്ളി. ഇത് ഞാൻ വിവരിക്കുന്നില്ല, കുറിക്കുന്നവർക്ക് വേണ്ടി പറയാം. ഒന്ന്, ഈ രക്തം നമ്മോട് പറയുന്നു, പ്രാർത്ഥിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവഹിതം നടക്കാൻ പ്രാർത്ഥിക്കണം. കുറിച്ചു വെക്ക്. ആ ചോരത്തുള്ളി നിലത്ത് വീണപ്പോൾ, ആ രക്തം നിലത്ത് വീണപ്പോൾ 2 മെസ്സേജ്. ആ മെസ്സേജ്, ആ രക്തം നമ്മോട് പറയുന്നു. ഒന്ന്, ചുമ്മാ പ്രാർത്ഥിക്കല്ലേ, നേരം കളയാൻ പ്രാർത്ഥിക്കല്ലേ, ക്ലോക്കെ നോക്കിയിരുന്ന് പ്രാർത്ഥിക്കല്ലേ, ചുമ്മാ ഉഴപ്പി പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കുക. വേർപ്പ് തുള്ളിയല്ല നിലത്ത് വീണത്, പിന്നെയോ ചോരത്തുള്ളി. 2 ഇവിടെ ഡോക്ടർമാർക്ക് ഇരിപ്പുണ്ട്, നിഖിലേക്ക് ഇരിപ്പുണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഇവിടെ നേഴ്സുമാരുണ്ട്. അവർക്കറിയാവുന്നതും
ചോദിച്ച് മനസ്സിലാക്കിയ രണ്ട് കാര്യം പറയാം. ഞാൻ ഒരിക്കൽ എൻ്റെ ഒരു സ്നേഹിതനായ ഡോക്ടറോട് ചോദിച്ചു, എപ്പോഴൊക്കെയാ രോമകൂപത്തിനകത്തുനിന്ന് ബ്ലഡ് വരിക? എന്നോട് പറഞ്ഞു, പാസ്റ്റേ, മാരകമായ കഠിന വിഷമുള്ള ചില പാമ്പിന്റെ വിഷം അകത്ത് ചെല്ലുമ്പോ എന്തുവരും? രക്തം പുറത്തു വരും. 2, ഹൃദയം പൊട്ടുമ്പോ എന്ത് ചെയ്യും? പറ, രക്തം പുറത്തു വരും. ഇത് രണ്ടിനും എനിക്കൊരു മെസ്സേജ് അതിനകത്തുനിന്ന് കിട്ടി. പഴയ പാമ്പ് കൊത്തിവെച്ച ആ വിഷം കർത്താവ് ഏറ്റെടുത്തപ്പോ അവന്റെ രക്തം വെളിയിലേക്ക് വന്നു. എന്റെയും നിങ്ങളുടെയും നിത്യതയുടെ വലിപ്പം മനസ്സിലാക്കി കർത്താവ് നമുക്ക് വേണ്ടി പോരാടി പ്രാർത്ഥിച്ചപ്പോ ഹൃദയം പൊട്ടിയാ പ്രാർത്ഥിച്ചേ. എന്നിട്ട് പറഞ്ഞ, പിതാവേ, എന്റെ ഹിതമല്ല. ഈ ചോരത്തുള്ളി നമ്മളോട് പറയുന്ന രണ്ട് കാര്യം എന്നാ? ഒന്ന്, പ്രാർത്ഥിക്കും. എങ്ങനെ പ്രാർത്ഥിക്കണം? ചുമ്മാ പ്രാർത്ഥിക്കല്ലേ. പ്രാർത്ഥിക്കാന്ന് പറയുമ്പോ കൈകോർത്ത് പിടിച്ച് ആമേൻ ഇതിനകത്തുള്ള ലൈറ്റ് ഉണ്ടെങ്കിലല്ല. യേശു പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ആത്മഭാരത്തോടെ പ്രാർത്ഥിക്കണം, ഹൃദയം പറിച്ചെടുത്ത് വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചുള്ളതിനൊക്കെ മറുപടി പ്രാപിച്ച ദൈവമക്കൾ ഇതിനകത്തുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതൽ കണ്ടവർ ഇതിനകത്തുണ്ട്. വിട്ടേര് മോനെ. 2 സമയം പോകുന്നു. യോഹന്നാൻ 19:1-2-3 വാക്യം. രണ്ടാമത് യേശുവിന്റെ രക്തം വീണ സ്ഥലം. അനന്തരം പീലാത്തോസ് യേശുവിനെ കൊണ്ടുപോയി വാറുകൊണ്ട് അടിപ്പിച്ചു. പടയാളികൾ മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞ് അവന്റെ തലയിൽ വെച്ച് ധൂമ്ര വസ്ത്രം ധരിപ്പിച്ചു. വാറുകൊണ്ടടിപ്പിച്ചു. അടുത്തത്, അവന്റെ അടുക്കൽ ചെന്ന് യഹൂദന്മാരുടെ രാജാവേ, ജയ ജയ എന്ന് പറഞ്ഞവനെ കന്നത്തടിച്ചു. പീലാത്തോസ് പിന്നെയും പുറത്തു വന്ന്, ഞാൻ അവനൊരു കുറ്റവും കാണുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചേ, രണ്ടാമത് യേശുവിന്റെ രക്തം വീണ സ്ഥലം ഗബ്ബഥ. ഏതാണ്? പീലാത്തോസിന്റെ കൽത്തളം. അതാണ് ഗബ്ബഥ. കോലുകൊണ്ടടിച്ചു. കോലുകൊണ്ടേ നമ്മൾ വിചാരിക്കുന്ന പോലെ കൊച്ചുങ്ങളെ തല്ലുന്ന പരുത്തിപ്പത്തലൊന്നുമല്ല. പക്ഷെ വായിച്ചു നോക്കണം കേട്ടോ. 10 അടി കൊള്ളും വീഴ്ചായ എത്ര അധികായനും താഴെ വീഴും. 10 അടി കൊള്ളുമ്പോ അത്ര അസഖ്യമായ വേദനയെ കോലിനാലുള്ള അടി. പിന്നെ ചമ്മട്ടി. കുതിരയുടെയും മൃഗങ്ങളുടെയും തോലെടുത്ത് പിരിച്ചുണ്ടാക്കിയെടുത്ത് അതിൻ്റെ അറ്റത്ത് എല്ല് കഷ്ണങ്ങൾ കൂട്ടിക്കെട്ടി കൂർച്ചയുള്ള കൊളുത്തുകൾ കൂടി ചേർത്ത് കെട്ടി വിഷമുള്ള വെള്ളത്തിൽ മുക്കിയ കുനിച്ചു നിർത്തി അടിക്കുന്നത്. ഗബ്ബഥയിൽ യേശുവിൻ്റെ രക്തം വീണു. ആ രക്തം നമ്മോട് പറയുന്നു, എത്ര വേദന വന്നാലും അറുപ്പാനുള്ള ആടിനെ പോലെ നീ മിണ്ടാതിരുന്നേക്കണം അല്ലേ? വരുവാനുള്ള സന്തോഷം അവൻ ഓർത്തപ്പോൾ പാറിലെ കഷ്ടങ്ങൾ അവൻ സാരമില്ലെന്ന് വെച്ചു അല്ലേ? എബ്രായർ 12:3 വാക്യമുണ്ട്, തന്റെ മുമ്പിലുള്ള സന്തോഷമോർത്തപ്പോ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവദാസന്മാർ, ഈ ദൂത് പറയാതെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വലിയ വേദന നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ, ഒരു ഭാരം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, ഈ രക്തം പറയുന്നു, കുഞ്ഞേ, മിണ്ടാതിരുന്നോ. ഇതിനകത്തൊരു മറുപടി ഉണ്ട്. എന്ത് ചെയ്യണം? ആമേൻ. നമ്മുടെ ആചാര ശുദ്ധീകരണം. എല്ലാറ്റിനും എല്ലായിടത്തും കയറി സംസാരിക്കരുത്. ഒരാതര ശുദ്ധീകരണം വേണം. യെശയ്യാവ് പറഞ്ഞു, അതരം ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ ഇടയിൽ വസിക്കുന്നു. ഉടനെ കോടിൽ കൊണ്ടുവന്ന് നാവിനെ തൊട്ടു, ശുദ്ധീകരിച്ചു. 39-ാം സങ്കീർത്തനം പറയുന്നു, ദുഷ്ടൻ എന്റെ മുമ്പിലിരിക്കുമ്പോൾ ഞാൻ എന്റെ നാവിനെ കടിഞ്ഞാണിട്ട് കാക്കുമെന്ന് ഞാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, ആ രക്തം നിലത്ത് വീണപ്പോ, മക്കളെ, ഈ രക്തം നിങ്ങളോട് പറയുന്നു, മിണ്ടാതിരുന്നോ. മറുപടി വരുന്നുണ്ട്. ഓക്കെ, സമയം പോയി. 4 അല്ലേ? മൂന്നാമത്തത് യോഹന്നാൻ 19
13, 15, 16, 17. ഈ വാക്ക് കേട്ടിട്ട് പീലാത്തോസ് യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. കൽത്തളം എന്നും എബ്രായ ഭാഷയിൽ ഗബ്ബത എന്നും പേരുള്ള. നിങ്ങൾ മിണ്ടാതിരുന്നാലുണ്ടല്ലോ, ഒരു 3 ദിവസം മിണ്ടാതിരുന്നാ മതി. എത്ര ദിവസം? 72 മണിക്കൂർ നിങ്ങൾ മിണ്ടാതിരിക്കാമെങ്കിൽ 72 മണിക്കൂറിന് ശേഷം കല്ലറകളെ പൊളിച്ച് സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഇടപെടും. നീ ചിലയിടത്തും മിണ്ടാതിരിക്കുമ്പോൾ ആളുകളുടെ നിഗമനം എന്നാന്നറിയാമോ? നീ കഴിവുകെട്ടവനാ, നിനക്ക് കഴിവില്ലാത്തവനാ, ഇവന് ത്രാണിയില്ലാത്തവനാ, ഇവൻ പുരുഷനല്ല, ഇവൻ പെണ്ണിന്റെ സ്വഭാവമാ, അതുകൊണ്ടല്ലേ കാര്യം പറയാത്ത എന്നൊക്കെ പറഞ്ഞ് നിനക്കെതിരെ വിര ചൂണ്ടുമ്പോ നീ കുറിച്ചു വെച്ചോ, 72 മണിക്കൂർ തമ്പുരാൻ മിണ്ടാതിരുന്നെങ്കിൽ കല്ലറകളെ വിച്ഛേദിപ്പിച്ച് സ്വർഗം ഇടപെട്ടിട്ട് പറഞ്ഞു, എന്റെ പുത്രൻ മിണ്ടാതിരുന്നതിന്റെ മറുപടിയോ. മൂന്നാമത് രക്തം വീണു. എവിടെ വീണു? ഗബ്ബത മുതൽ ഗൊൽഗോഥ വരെ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഗബ്ബത മുതൽ. ആമേൻ. യേശുവിന്റെ ക്രൂശ് മരണം ഓർത്തിരിക്കാൻ 3 G ഓർത്തിരുന്നാ മതി. എന്താണ്? ഹലോ, ഇത് ജിയുടെ അല്ലേ, 3Gയുടെ കാലമാ അല്ലേ, 4G 3G. അപ്പൊ പെട്ടെന്ന് ഓർക്കാൻ, ക്രൂശ് മരണം ഓർക്കാൻ 3 G ഓർത്താ മതി. 3 എന്താ ജി? ഗദസമന, ഗബ്ബത, ഗൊൽഗോഥ. ഒന്ന് പറഞ്ഞേ. ഗദസമന, ഗബ്ബത, ഈ 3 സ്ഥലത്തും യേശുവിന്റെ രക്തം വീണു. യേശു നടന്നു പോയപ്പോൾ യേശുവിന്റെ രക്തം വീണു. ആ രക്തം നമ്മളോട് പറയുന്നു, പുറകോട്ടല്ല, പിന്നെയോ മുന്നോട്ട്, മുന്നോട്ട്. ആമേൻ. 5000 പേര് അപ്പം തിന്നു, 100 കണക്കിന് പേര് സൗഖ്യം പ്രാപിച്ചു. ഒരൊറ്റ ഒരുത്തനില്ല. യേശുവിന്റെ രക്തം നമ്മോട് പറയുന്നു, ക്ഷീണിക്കരുത്, തളർന്നു പോവരുത്, ഭാരപ്പെട്ടു പോവരുത്, മുന്നോട്ട് പോ, മുന്നോട്ട് പോ, മുന്നോട്ട് പോ. അവൻ തന്റെ മുന്നിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച് അവൻ മുന്നേറി. 4 രക്തം വീണ സ്ഥലം 19, 31, 32, 34. അന്ന് ഒരുക്കനാളും ആ ശബ്ബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബ്ബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാലൊടിച്ചെടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനെ അപേക്ഷിച്ചു. ഒടുവിലേക്ക് നമ്മൾ വായിച്ച് നേരത്തെ ഇടക്ക് കയറ്റി ഞാൻ പറഞ്ഞു, അവസാനമായി 4-ാമത്തെടുത്ത് യേശുവിന്റെ രക്തം വീണ വിലാപ്പുറം കുത്തിയപ്പോഴാണ് അല്ലേ? വിലാപ്പുറം കുത്തിയപ്പോൾ ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു 3 മണിക്കൂറും 6 മണിക്കൂറിനും ഇടക്ക് ചിലർ ക്രൂശെ കിടക്കാറുണ്ട്. എന്നാൽ ആമേൻ 7 ദിവസം വരെ ക്രൂശിൽ മരിക്കാതെ കിടന്ന ചരിത്രത്തിനകത്തുണ്ട്. അത് ഞാൻ കണ്ടു. 7 മണിക്കൂർ വരെ ഒരു മനുഷ്യൻ ക്രൂശിൽ കിടന്നിട്ട് മരിക്കാതെ കിടന്ന് 7 ദിവസം ഞാൻ അടക്കിയ. പക്ഷെ നമ്മുടെ യേശു 3 മണിക്കൂർ 6 മണിക്കൂർ ഒന്നും കിടന്നില്ല കേട്ടോ. വന്ന് കുത്തി ഉടനെ അവിടുന്ന് രക്തവും വെള്ളവും ഒഴുകി. ആമേ. അവിടെ ആ രക്തം നമ്മോട് പറയുന്നു, അവസാനം വരെ പിടിച്ചു നിൽക്കണം. ആമേ. അവസാനം വരെ എന്ത് ചെയ്യണം? ഈ വിശ്വാസ ജീവിതത്തിൽ ഇടക്ക് ഇറങ്ങിയിട്ട് ഇടക്ക് വെച്ച് പോവല്ലേ, ഇടക്ക് തളർന്നു പോവല്ലേ. ഈ രക്തം നമ്മോട് പറയുന്നു, സമർപ്പണമുള്ള ഒരു ജീവിതം അവസാനത്തോളം നിങ്ങൾ എന്ത് ചെയ്യണം? പിടിച്ചു നിൽക്കണം. ഈ 4 സ്ഥലത്ത് യേശുവിന്റെ രക്തം ചൊരിയപ്പെട്ടു. പിന്നത്തെ ഞായറാഴ്ച ആ രക്തത്തിന്റെ വിടുതലിന്റെ ദിവസമാ. ഒരു ഹല്ലേലൂയ ഒന്ന് പറയാമോ? ഞാന് ഈ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഒന്നുകൂടി പറയട്ടെ. യേശുവിന്റെ രക്തത്തിൽ അഭയം പ്രാപിച്ച ദൈവദാസനെ, ദൈവദാസി കുടുംബമേ, നിന്നെ പോലെ ഭാഗ്യവാൻ ഈ ലോകത്ത് വേറെ ആരുമില്ല. നല്ലൊരു ഹല്ലേലൂയ ഒന്ന് ഉറക്കെ പറഞ്ഞേ. ആമേൻ. 3 മണിക്കൂറോ 6 മണിക്കൂറോ ക്രൂശ് ശരീരം, ആമേൻ, ക്രൂശെ കിടക്കും ശരീരം. ഈ ക്രൂശിൽ മരിക്കുന്നുണ്ടല്ലോ, ക്രൂശിൽ മരിക്കുന്നത് അവിടെ പറഞ്ഞേ, ക്രൂശിൽ മരിക്കുന്ന ശരീരമേ, റോമാക്കാര് യഹൂദന്മാർ, പ്രത്യേകിച്ച് റോമാക്കാര് അത് ഇറക്കി താഴെ കിടത്തില്ല. നിങ്ങൾക്ക് കേട്ടോ? ഇല്ല, ഇല്ലെങ്കിൽ കേട്ടോ. റോമാക്കാര് ഒരിക്കലും ക്രൂശെന്ന് ശരീരം ഇറക്കി ഭൂമിയിൽ എന്ത് ചെയ്യത്തില്ല? കിടത്തത്തില്ല. കാരണം ഭൂമി
അവരുടെ ദേവതയാണ്. ശപിക്കപ്പെട്ടവനെ അവരുടെ ദേവിയുടെ മടിയിലോട്ട് കിടത്തത്തില്ല. 2, ഈ ബോഡി കത്തിച്ചു കളയില്ല. കാരണം അഗ്നി ദേവൻ അവരുടെ ദൈവമാണ്. ഈ ശരീരം വെള്ളത്തിൽ ഒഴുക്കി കളയില്ല. നദി അവരുടെ ദേവ. ഒരു കാര്യം, ഭൂമിയിലേക്കിട്ടാൽ ഭൂമി ദേവിയുടെ മടിയിലോട്ട് ശപിക്കപ്പെട്ട ശരീരം കൊടുക്കില്ല അവര്. പിന്നെ ക്രൂശിക്കപ്പെട്ട ശരീരം അവർ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? കേട്ടോ, ഭൂമിക്കും കൊടുക്കില്ല, തീക്കും കൊടുക്കില്ല, വെള്ളത്തിനും കൊടുക്കില്ല. പറവകൾ കൊത്തിപ്പറിച്ച് ആ ക്രൂശിലിട്ട് കണ്ണും ശരീരവും കൊത്തിപ്പറിച്ച് കൊണ്ടുപോയി ആകാശത്ത് കൊണ്ടുപോയി തിന്നാനായിട്ടേക്കും. അതുകൊണ്ട് അവന്റെ ശരീരം ദുർവ്വത്തം കാണുമോ അനുവദിച്ചില്ല. എന്റെ യേശുവിനെ പ്രസംഗിക്കാൻ കൊതി എന്നാന്നറിയോ? ഇവന്മാരെല്ലാം ശപിക്കപ്പെട്ടവനെന്ന് മുദ്ര കുത്തിയിട്ടും ശ്രദ്ധിച്ചേ, വെള്ളത്തിനും കൊടുത്തില്ല, തീക്കും കൊടുത്തില്ല, ഭൂമിക്കും കൊടുത്തില്ല. അന്നത്തെ മന്ത്രി വന്നിട്ട് പറയുക, അവന്റെ ശരീരം ഞാൻ ഏറ്റെടുക്കാം. നിക്കോദിമോസ് പറയുക, 100 റാത്തൽ 45 kg 45 കിലോ സുഗന്ധവർഗമിട്ട് പൂശി ഞങ്ങളുടെ കല്ലറയിൽ അടക്കാൻ. മരണം ശപിക്കപ്പെട്ടവനെ പോലെ, അടക്കം സമ്പന്നനെ പോലെ.